ഹായ് ഗായ്സ്. അപ്പം ഇന്ന് നമ്മുടെ അമ്മ ഒരു ടാസ്ക് തന്നിട്ടുണ്ട്. ടാസ്ക് എന്ന് പറയാൻ ടു ഡു ലിസ്റ്റ് നോട്ട്ബുക്കിൽ എൻ്റെ ഫ്രണ്ട് തന്ന നോട്ട്ബുക്കാണ്. അതിൽ യൂട്യൂബിനെ കുറിച്ച് ഏതൊക്കെ വീഡിയോസ് ഇടണമെന്ന് ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഉണ്ടാക്കിയതൊക്കെ ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് തന്ന തീം എന്ന് പറയുന്നത് ജേർണൽ സെറ്റ് മേക്കിംഗ്. അപ്പോൾ അതിൽ ഫസ്റ്റ് തന്നിരിക്കുന്ന വാഷി ടേപ്പാണ്. അപ്പോൾ വാഷി ടേപ്പ്സ് എന്ന് പറയുന്നത് കളേർഡ്, ഡിസൈൻഡ്, ഗ്രിഡഡ്. അപ്പോൾ ഇതൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് കളേർഡ് ആണ് പറഞ്ഞത്. അപ്പോൾ കളേർഡ് യെല്ലോ ആണ് ഫസ്റ്റത്തെ, പിന്നെ ഗ്രീൻ, പിന്നെ ഒരു പീച്ച്, വയലറ്റ്. ഈ 4 കളേഴ്സാണ് കളേർഡിൽ വന്നിരിക്കുന്നത്. പിന്നെ ഡിസൈൻഡ് ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു വൈറ്റ് പേപ്പറിൽ ബ്ലൂ ഹാർട്ടായിട്ടുള്ളതും പിന്നെ എന്തൊക്കെയൊക്കെയോ എഴുതിയത് കുത്തിയൊക്കെ ആയിട്ടുള്ള ഒരു വിൻറ്റേജ് തീമിൽ ഇത്. പിന്നെ ഇത് ആസ്തെറ്റിക് തീമും. പിന്നെ ഉള്ള 2 ഒരു വിൻറ്റേജും ഇത് ആസ്തെറ്റിക് എന്നൊന്നും പറയാൻ പറ്റില്ല, ഡോട്രിക് എന്ന് പറയാം. പിന്നെ ഇത് എസ്തെറ്റിക് ആയിട്ടുള്ള ഒരു റിയലി വാഷി ടൈപ്പാണിത്. പിന്നെ ഇത് ഗ്രിഡഡ്, അപ്പോൾ യെല്ലോ ആണിത്. പിന്നെ ഇത് വൈറ്റ് ഗ്രിഡഡ്. അപ്പം നമുക്ക് കളേഴ്സിൽ പറഞ്ഞിരിക്കുന്നത് ആദ്യത്തെ കളേഴ്സ് 4. പിന്നെ ഡിസൈനിൽ പറഞ്ഞിരിക്കുന്നത് 4. ഇത് എക്സ്ട്രാ ഞാൻ വെറുതെ വെച്ചതാണ്. പിന്നെ ഗ്രിഡഡിൽ വന്നിരിക്കുന്നത് 2. അപ്പം ഇത്രയാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്ത നമുക്ക് നോക്കാം. അടുത്തെന്ന് പറയുന്നത് ബുക്ക്, ജേർണൽ ബുക്ക്, ജേർണൽ ഡയറിയാണ് ഞാൻ എഴുതി വെച്ചിരുന്നത്. അപ്പം ഇതാണ്. പക്ഷേ ഞാൻ ഒട്ടിച്ചിട്ടൊന്നുമില്ല, നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ജേർണൽ ഡയറി എന്ന് പറഞ്ഞ് ഞാൻ ഉണ്ടാക്കിയൊരു മിനി ബുക്ക്. ഓക്കെ, അടുത്ത ഐറ്റം എന്ന് പറയുന്നത് സ്റ്റിക്കേഴ്സ്. അത് ഗവൺമെൻറ് സ്റ്റിക്കേഴ്സ്. ഇത് ഫുൾ കവായാണ്. അപ്പോൾ കവായിൽ നമ്മൾ ഉണ്ടാക്കിയത് കവായി. അപ്പോൾ കവായിൽ ഇതൊക്കെ കവായി ഷീറ്റ്സ് മേടിച്ചപ്പോൾ അതിൻ്റെ പുറത്തുള്ളൊരു കാർഡ്ബോർഡ് വലിച്ചിട്ടില്ലേ, അതിൽ നിന്ന് ഞാൻ കട്ട് ചെയ്താണ് ഈ കളർ പിങ്കിലൊക്കെ വരുന്നത്. ഇടയ്ക്ക് ഇതാ വൈറ്റൊക്കെ ഇല്ലേ, ഇത് ഞാൻ കവായി ഷീറ്റ്സ് A4 ഷീറ്റിൽ ഒട്ടിച്ച് കട്ട് ചെയ്തെടുത്താണ് ഇതൊക്കെ. അത് ഗമ്മില്ലാത്ത കവായി ഷീറ്റ്സ് വന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. വളരെ സിമ്പിളാണ്, പക്ഷെ ഒറ്റൊരു കഷ്ടപ്പാടില്ല, കട്ട് ചെയ്തെടുക്കണം. അതാണ് കഷ്ടപ്പാട്. അപ്പം ഇത് എനിക്ക് A4 ഷീറ്റിൽ ഒട്ടിച്ച് എടുത്താണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. പിന്നെ നമ്മളോട് പറഞ്ഞിരുന്നത് കോയിൻ പേപ്പേഴ്സ്. ഇതാണ്. ഇത് ഗ്രീൻ, ഇതൊരു വിൻറ്റേജ് കളർ, ഇതൊരു ഗ്രേ കളർ, പിന്നെ ഒരു ബ്ലൂ, ഒരു പിങ്ക്. അങ്ങനെ 5 കോയിൻ പേപ്പേഴ്സാണ് നമ്മളോട് പറഞ്ഞത്. 5 കോയിൻ പേപ്പേഴ്സ്. അടുത്ത നമ്മളോട് പറഞ്ഞ പിക്ചേഴ്സ്. അപ്പോൾ പിക്ചേഴ്സ് 2 നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് ഞാനൊരു വയലറ്റ് ആൻഡ് പിങ്ക് തീമിൽ ചെയ്തെടുത്തിരുന്നു. പിന്നെ ഇത് ഡാർക്ക് ബ്ലൂ, ലൈറ്റ് ബ്ലൂ, പിന്നെ വേറെ ഏതൊരു ബ്ലൂവിൽ കൂടി ചെയ്തെടുത്താണ്. പിന്നെ അടുത്തെന്ന് പറയുന്നത് ഗ്രിഡഡ് പേപ്പേഴ്സ്. 3 പറഞ്ഞിരിക്കുന്നത്. ഞാൻ പെൻസിൽ വെച്ചിട്ട് കുറച്ച് വലുതായിട്ട് കോളംസ് വരച്ചോടെ ആക്കിയെടുത്തതാണ്. അപ്പം ഇത് 3 പറഞ്ഞാൽ 3 നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അടുത്ത് പറയുന്നത് ഗ്രിഡഡ് പേപ്പേഴ്സ്, മന്ത് പേപ്പർ. മന്ത് കറക്റ്റ് 12 മന്ത് പോകുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഏതാ ഫസ്റ്റ് ജനുവരി തീമാണ്.
പിന്നെ ഫെബ്രുവരി ഒരു ഗ്രീൻ കളറുണ്ട്, മാർച്ച് ഒരു യെല്ലോ തീമുണ്ട്. കറക്റ്റ് 12 കളേഴ്സ്, 12 മന്ത്സിന് ചേർന്ന്. പിന്നെ ഏപ്രിൽ എനിക്ക് ഇഷ്ടമുള്ളൊരു കളർ ഒരു ഗ്രീൻ കളർ. പിന്നെ മെയ് ഒരു വില്ലേജിന്റെ ഒരു ഗ്രീൻ കളർ. പിന്നെ ജൂൺ ഒരു ഓറഞ്ച് കളർ. അപ്പൊ ജൂൺ എന്ന് പറയുന്നത് ഒരു ഏതോ ഒരു കളർ ഒരു പീച്ച് കളറിലാണ്. ജൂലൈ ഒരു വയലറ്റ്. ജൂൺ ജൂലൈ ഓഗസ്റ്റ് ഒരു ബ്ലൂ കളർ. സെപ്റ്റംബർ ഒരു എന്താ പിങ്ക് കളർ. ഒക്ടോബർ വേറൊരു ബ്ലൂ കളർ. നവംബർ ഒരു ഗ്രേ കളർ. ഡിസംബർ ഒരു ബ്ലൂ കളറ്. കുറേ എണ്ണം ബ്ലൂ കളർ, കുറേ എണ്ണം അങ്ങനെ പല കളേഴ്സായിട്ട് 12 എണ്ണമാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അങ്ങനെ 12 എണ്ണം. പിന്നെ അടുത്ത നമ്മളോട് പറയുന്നത് കാർഡ്സ് ആണ്. അപ്പൊ കാർഡ്സ് നമ്മൾ വാൾ പോസ്റ്റേഴ്സ് ഉണ്ടാക്കിയില്ലേ, അപ്പൊ ഇതേപോലത്തെ വാൾ പോസ്റ്റേഴ്സ് തന്നെയാണ് കാർഡ്സ് എന്ന് പറയുന്നത്. ഹോൾ ഇടാണ്ട് ഇതേപോലെ അങ്ങോട്ട് കുറച്ച് ഡോട്ട്സ് ഒക്കെ എഴുതിയിട്ട് ഒട്ടിച്ചാൽ മതി. അപ്പം വാൾ പോസ്റ്റേഴ്സ് കാർഡ്സ് ആയിട്ട് വരും. ഇതൊക്കെയാണ് നമ്മുടെ ജേർണൽ സെറ്റിൽ കിട്ടിയിരിക്കുന്നത്, നമ്മൾ ഉണ്ടാക്കിയ ഐറ്റംസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനി നമ്മൾ വീഡിയോയിൽ കാണാം.